ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബു ആരോപണങ്ങൾക്കപ്പുറം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലും അധിക്ഷേപങ്ങൾ ചെയ്യുന്ന രീതിയിലുമുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഈ പ്രസ്താവനയെക്കുറിച്ചും ഈ സുരേഷ് ബാബുവിന്റെ ഈ വ്യക്തി അധിക്ഷേപത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസമൂഹങ്ങളിൽ നടക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു യുവതി പങ്കുവെച്ച കുറിപ്പ്. എന്തിനു വേണ്ടിയാണ് ഈ ഷാഫി പറമ്പിലിനെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിലിന്മേൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് വൈറലാവുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം AK ബാലൻ ഈ പ്രസ്താവന EN സുരേഷ് ബാബുവിന്റെ ഈ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ ഈ AK ബാലൻ അന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ തെളിവുകളില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ബട്ട് ഇത് പറഞ്ഞ സുരേഷ് ബാബുവിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകും, അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞോളും എന്നാണ് AK ബാലൻ പറഞ്ഞത്. അപ്പോ ഈ സുരേഷ് ബാബു എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഷാഫിക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. ഈ അധിക്ഷേപങ്ങളിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് പൊതുവെ ചർച്ചയാവുന്നത്. അങ്ങനെ ചർച്ചയാവുന്നിടത്ത് ഈ യുവതിയുടെ തുറന്നു പറച്ചിൽ അതിനേക്കാൾ വലിയ ഒരു ചർച്ചയാവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നുള്ളതാണ്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഈ പോസ്റ്റ് കണ്ട് ആരേലും തെറിയുമായി വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ പോസ്റ്റുന്നത് സഹിക്കുന്നതിനും പരിധിയില്ലേ, ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്, ഇനി ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല, ഇതൊക്കെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എന്നാണ് പറയുന്നത്. സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ, സുരേഷ് ബാബു പറഞ്ഞ വാക്കുകൾ, അതൊക്കെ സത്യമാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഒന്ന് വായിച്ചു നോക്കാം ബാക്കി കൂടി. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വികസനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നമ്പർ ഇട്ട് പറയുന്നുണ്ട് അവര്. 1, കറണ്ട് ബില്ല്, അത് വികസിപ്പിച്ചിട്ടുണ്ട്. മീൻസ് കറണ്ട് ബില്ലും അതിന്റെ താരിഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ 9 കൊല്ലം കൊണ്ട് 9 വർഷത്തേക്കാൾ മുന്നുണ്ടായ കാര്യങ്ങളെക്കാൾ അതിലേറെ വികസിച്ചിട്ടുണ്ട്, താരിഫ് കൂട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ വികസനം. രണ്ടാമത്തത് പെട്രോൾ സെസ് വികസിപ്പിച്ചിട്ടുണ്ട്, വീട്ടുകരം വികസിപ്പിച്ചിട്ടുണ്ട്, വെള്ളക്കരം വികസിപ്പിച്ചിട്ടുണ്ട്, വീട് പണിയാൻ പെർമിറ്റ് ഫീസ് വികസിപ്പിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫീ വികസിപ്പിച്ചിട്ടുണ്ട്, തൊഴിലില്ലായ്മ വികസിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിന്റെ പൊതുകടം വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ കടത്തിന്റെ ഒരു കണക്ക് കൂടി പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുകടം 1,52,000 കോടിയിൽ നിന്നും 9 വർഷം കൊണ്ട് 9 ലക്ഷം കോടിയിൽ ആക്കി വൻ വികസനം ഉറപ്പാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ. 9ാമത്തെ കാര്യം, ബീവറേജസ്, ബാർ തുടങ്ങിയവ കൂടുതലായി വികസിപ്പിച്ചു, പകരം സർക്കാർ സ്കൂളുകൾ പൂട്ടി. 10ാമത്തെ കാര്യം, മദ്യത്തിന്റെ വില ക്രമാതീതമായി വികസിപ്പിച്ചു. 11, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ അവശ്യ സാധനങ്ങളും വസ്തുക്കളുടെയും വില വികസിപ്പിച്ചു. 12, സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കൾ ഇല്ല എന്ന ബോർഡ് വികസിപ്പിച്ചു. 13, നാട്ടിലെ വികസനം കാരണം യുവതലമുറ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർധന രേഖപ്പെടുത്തുന്നു. 14, അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും എണ്ണം കേരളത്തിൽ ക്രമാതീതമായിട്ട് വികസിച്ചിട്ടുണ്ട്. 15, മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം ക്രമാതീതമായി വികസിക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ 40% സീറ്റുകൾ പഠിക്കാൻ കുട്ടികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. 16, തിരുതത്തോമയ്ക്ക് ഡൽഹിയിൽ വികസനം ഉറപ്പാക്കി. 17, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന PSC ചെയർമാന്റെ ശമ്പളം 4 മാസം 4 ലക്ഷമായി വികസിപ്പിച്ചു. 18, ഹരിത കർമ്മസേന എന്ന പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും മാസം തോറും പണം കൊള്ളയടിക്കുവാൻ കൊള്ളസേനയെ ഉണ്ടാക്കി. 300 രൂപ കരമടക്കുന്നവന്റെ വീട്ടിൽ നിന്നും മാസം 60 രൂപ പിടിച്ചു വാങ്ങുന്നു. 19, നോക്കുകൂലി സജീവമായി നിലനിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായി കേരളത്തെ വികസിപ്പിച്ചു. 20, പൊതുജനങ്ങൾ തെണ്ടി കൊടുത്ത ഫണ്ടുകൾ വരെ മുക്കി. 21, സഹകരണ ബാങ്കുകളും അമ്പലങ്ങളും കൊള്ളയടിച്ചു നേതാക്കൾ. അങ്ങനെ പറഞ്ഞ് ഇനിയും ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കമന്റ് ഇടാം എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വൈറൽ കുറിപ്പിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങളെ
പോലീസ് അകാരണമായി പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് ഇഞ്ചം പരിവാക്കുന്ന പോലീസിന്റെ പ്രവർത്തനങ്ങൾ വികസിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രോഗിക്ക് കൂട്ടിയിരിക്കാൻ പോയ യുവതി അമ്മ ആ ഹൈടെക് ആശുപത്രി തലയിലൂടെ വീണ് മരിക്കുന്ന ആ ഹൈടെക് ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ കത്രികയും അതുപോലെ സിസേറിയനും ഓപ്പറേഷനും വേണ്ടി ശസ്ത്രക്രിയകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആ മനുഷ്യരുടെ ശരീരത്തിൽ മറന്നു വെച്ച് അത് മനുഷ്യരുടെ ശരീരത്തിൽ ഉള്ളിൽ വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്ന ആ ഒരു വലിയ ഓപ്പറേഷൻ പ്രോസസ്സ് വികസിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് എണ്ണി പറയാൻ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. വെളിച്ചെണ്ണയുടെ വില ഏറ്റവും വലുത് അതാണല്ലോ, 400-ലേക്ക് എത്തി വികസിച്ച് നിൽക്കുന്നു. അങ്ങനെ കേര കർഷകർക്ക് വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങൾ നടത്തിയിരിക്കുന്ന പിണറായി വിജയൻ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ചൊരിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചർച്ചയാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അന്തം കമ്മികളുടെ ഈ ചർച്ചകളും ഈ ആരോപണങ്ങളും ഈ സൈബർ ആക്രമണങ്ങളും ഈ വിചാരണകളും ഒക്കെ ഈ പറയുന്ന പിണറായി വിജയന്റെ വികസന കുതിപ്പ് അതൊരിക്കലും ചർച്ചയാവാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്കുള്ളത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് 2026 ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് തൊട്ടു മുന്നായി ഈ 2025 അവസാനിക്കുന്നതോടുകൂടി നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. ഈ 2 തെരഞ്ഞെടുപ്പും മുന്നിൽ കാണുമ്പോൾ പിണറായി വിജയൻ തന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങാൻ ഇങ്ങനെ ഒരു കാലെടുത്ത് വെച്ച് ഇറങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന അവസരത്തിൽ തന്റെ ഈ വലിയ വികസന കുതിപ്പുകൾ അതൊന്നും പൊതുസമൂഹത്തിൽ ആരും ചർച്ച ചെയ്യരുത്, അതിനെപ്പറ്റിയൊന്നും ആരും സംസാരിക്കരുത്, അതൊന്നും മറ്റൊരാളുടെ വായിലേക്ക്, ഒരാൾ സംസാരിച്ചാൽ തന്നെ മറ്റൊരാളുടെ ചെവിയിലേക്ക് കാതിലേക്ക് അത് എത്തരുത് എന്ന് പിണറായി വിജയന് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതൊന്നും ചർച്ചയാവാതിരിക്കണമെങ്കിൽ, ഇതൊന്നും ജനങ്ങളുടെ കാതിലെത്താതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും യുവജന നേതാക്കളെ ഇത്തരത്തിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും പൊടിപടലങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കി അവരെ വീഴ്ത്തുക. അപ്പൊ ആ പൊടിപടലങ്ങളിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാതെ അങ്ങനെ മുങ്ങിപ്പോയിക്കോളും എന്നുള്ള വിശ്വാസം പിണറായി വിജയന് നന്നായിട്ടുണ്ട്. അതാണ് ഈ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ കോലിട്ടിളക്കിയാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് വെല്ലുവിളിച്ച് പേടിപ്പിക്കാൻ നോക്കിയ സുരേഷ് ബാബു പ്രത്യാഘാതം കോലിട്ടിളക്കിയിട്ടും മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുരേഷ് ബാബുവിന്റെ പ്രസ്താവന അല്ലെങ്കിൽ നിലപാട്, ആരോപണങ്ങൾ അതേറ്റെടുക്കാൻ CPM-ൽ തന്നെ ആളുകളില്ല. AK ബാലൻ കഴിയുന്നു, NN കൃഷ്ണദാസ് കൈയൊഴിയുന്നു, MP രാജേഷ് കൈയൊഴിയുന്നു. ചോദിക്കുന്നവരെല്ലാം അയ്യേ, ഇത്തരത്തിൽ വൃത്തികെട്ടതൊന്നുമല്ലാതെ നല്ലതൊന്നും ചോദിക്കാനില്ലേ എന്നാണ് MP രാജേഷിന്റെ മറുപടി. ഞാനിതിലേക്കില്ല എന്ന് പറയുന്നത് ആരാ? ഞാനിതിലേക്ക് കക്ഷി ചേരാനില്ല എന്ന് പറയുന്നു AK ബാലൻ. അപ്പുറത്ത് NN കൃഷ്ണദാസ് പറയുന്നു എനിക്കിതിനെക്കുറിച്ച് അറിവൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല, തെളിവുകൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് സുരേഷ് ബാബു പറയുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ CPM ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണോ ഈ ഷാഫി പറമ്പിലിനെ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കൊത്തിക്കീറാൻ വേണ്ടി വലിച്ചു വാരി ഈ പൊതുമധ്യത്തിലേക്ക് ഇട്ടത്, അത് മറ്റൊരു രീതിയിൽ തിരിച്ചടിയാവുകയാണ്. ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടാത്ത ഇടങ്ങളിൽ പോലും, ഉദ്ദേശിക്കാത്ത ആളുകൾ പോലും ഈ സർക്കാരിൻ്റെ ഈ വീഴ്ചകൾ, പിണറായി വിജയന്റെ ഈ പരാജയങ്ങൾ അത് ആവർത്തിച്ച് ചുകഞ്ഞന്വേഷിച്ച് ചർച്ചയാക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു, ജനങ്ങളും അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.